സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് മരിച്ചെടുക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ ശരീരത്തിലും വിധമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാണെന്ന്. ഇന്ന് രാവിലെയാണ് ഇങ്ങനൊരു ചിന്ത കടന്നു വരികയും പലരുടെയും അഭിപ്രായങ്ങൾ കൊണ്ടുകൊണ്ട് ഇന്ന് തന്നെ വൈകുന്നേരം നമുക്കിടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടൊരു പ്രാർത്ഥനാ റാലി, പ്രതിഷേധത്തിൻ്റെ പ്രാർത്ഥനാ റാലി നടത്തുവാനായിട്ട് തീരുമാനിച്ചു. രാവിലെ മൊബൈൽ വഴിയൊക്കെ അറിയിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്രയും പേര് വന്നപ്പോൾ അതിൻ്റെ പുറകിൽ ചിന്ത മറ്റൊന്നുമല്ല, ജയിലിൽ കിടക്കുന്ന സിസ്റ്റേഴ്സ് നമ്മുടെ സഹോദരിമാരാണ് എന്നുള്ള ആ വലിയ ചിന്തയാണ്. അത് നമ്മുടെ മനസ്സിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട് ഈ ഒരു പ്രതിഷേധ റാലി, പ്രാർത്ഥനാ റാലി ഇടയാകേണ്ടതുണ്ട്. അത് അല്പം കൂടി ആഴപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വേണ്ടി ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ദേവാലയത്തിൽ ഈ കപ്പകളിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രാർത്ഥനയുടെ ഒരു പ്രതിഷേധത്തിന്റെ അഗ്നി നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. നമ്മുടെ മാതൃദേവാലയത്തിൽ നിന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ചു പിടിച്ച് ജപമായ ചൊല്ലി ഇവിടേക്ക് നമ്മൾ നടന്നു വന്നത് വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ടല്ല, വായുവിലേക്ക് മുഷ്ടി ചുരുട്ടി ഇടിച്ച് സ്വരമുയർത്തിക്കൊണ്ടല്ല, ഇവിടെയുള്ള കടകമ്പോളങ്ങളൊക്കെ നിർബന്ധപൂർവ്വം വലിച്ചടച്ചുകൊണ്ടല്ല, ഇവിടെയുള്ള പൊതുജീവിതത്തിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും നേരിടാത്ത വിധത്തിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്. പ്രകാരം പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴും ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ മനസ്സിലൊരു പ്രതിഷേധത്തിന്റെ അനീതി അനുഭവിക്കുന്ന ഒരു കരച്ചിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഈ കരച്ചിൽ ആർക്കെതിരെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മുടെ ഭരണകൂടത്തിനെതിരെയാണ്. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന നമ്മൾ, ഭാരതീയരായ നമ്മൾ, ഭാരതീയരാണ് എന്നതിൽ ഊറ്റം കൊള്ളുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന നമ്മൾ, ഈ നാടിൻ്റെ ഭരണഘടന നമുക്ക് അനുശാസിച്ച് നൽകുന്ന എല്ലാ അവകാശങ്ങളും ലഭിക്കേണ്ടവരായ നമ്മൾ, ഈ രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മളാലാകും വിധമൊക്കെ പരിപാലിച്ച് ജീവിക്കുന്ന നമുക്ക് ഈ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന ഇന്ന് നമ്മുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ട് ഇന്ന് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരമറിയാം. പത്രമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കത്തി നിൽക്കുന്നൊരു വിഷയമുണ്ട്. ഉത്തരേന്ത്യയിൽ ഛത്തീസ്ഗഡിൽ ഈ അടുത്ത ദിവസം രണ്ട് സഹോദരിമാർ, രണ്ട് സിസ്റ്റേഴ്സ്, വർഷങ്ങളായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ 3 പെൺകുട്ടികളെ തങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ വെയിൽ
റെയിൽവേ പോലീസ് അവരെ തടഞ്ഞു നിർത്തുന്നു. യാത്രയ്ക്ക് വേണ്ട എല്ലാ രേഖകളും കയ്യിലുള്ളപ്പോഴും അവിടെ അവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ശബ്ദമുയർത്തി ഡിമാൻഡുകൾ ഉയർത്തുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ, ഒരു കൂട്ടം തീവ്രവാദികളുടെ നിറവിളിക്ക് മുന്നിൽ കീഴടങ്ങിയിട്ട് ഈ സിസ്റ്റേഴ്സിനെ രണ്ടുപേരെയും ഒരു 10 വർഷത്തോളം തടവിൽ കഴിയേണ്ടി വരാവുന്ന വിധത്തിലുള്ള നിയമവ്യവസ്ഥകൾ എഴുതി ചേർത്ത് അവരെ തടവിലാക്കിയിരിക്കുകയാണ്. ഈ രണ്ടുപേരും, ഈ 2 സിസ്റ്റേഴ്സും നമ്മുടെ മണ്ണിൽ ജനിച്ചു വളർന്നവരാണെന്നൊരു ആത്മബന്ധം നമുക്കുണ്ട്. ഇത് രണ്ടുപേരും എന്തുകൊണ്ട് ഇപ്രകാരം തടവറയിൽ കഴിയുന്നു എന്നതിന്റെ കാരണമായിട്ട് അവർ പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവർ മനുഷ്യക്കടത്ത് നടത്തി. 2, ഇവർ മതപരിവർത്തനം നടത്തി. മനുഷ്യക്കടത്ത് നടത്തി എന്ന് പറയുന്നത് ഈ പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, 19ഓളം വയസ്സുള്ള പെൺകുട്ടികൾ, അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായപൂർത്തിയുള്ള ഈ പെൺകുട്ടികളെ ആ നാടിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് സാമാന്യം നല്ലൊരു ശമ്പളമൊക്കെ നൽകിയ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് കൊണ്ടുപോകുന്നു. അതാണ് അവർ പറയുന്ന മനുഷ്യക്കടത്ത്. രണ്ടാമതായിട്ട് അവർ പറയുന്നത് മതപരിവർത്തനം നടത്തി. ഈ പെൺകുട്ടികൾ അവരൊരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ, ട്രൈബലിന്റെ ഭാഗമായിട്ടുള്ള പെൺകുട്ടികളാണ്. അവരെയാണ് ഇപ്രകാരം കൊണ്ടുപോകുന്നത്. അവിടെ മതപരിവർത്തനത്തെ കുറിച്ച് പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഈ സന്യാസിനികൾ, നമുക്കറിയാം, ഭാരതത്തിൽ എമ്പാടും നമ്മുടെ ഈ മണ്ണിൽ നിന്ന് വളരെയേറെ സന്യാസിനികൾ ശുശ്രൂഷകൾക്കായിട്ട് കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെയുള്ള നോർത്ത് ഇന്ത്യൻ ഉൾനാടൻ ഗ്രാമങ്ങളിൽ വെളിച്ചമെത്താത്ത, വിദ്യയെത്താത്ത ആ മനുഷ്യരുടെ മധ്യത്തിലേക്ക് കടന്നു ചെന്ന് എത്രയോ വലിയ ശുശ്രൂഷകളോട് ഈ മനുഷ്യരെ നെഞ്ചോട് ചേർക്കുന്നവരാണ് ഈ സന്യാസിനികൾ. ഇന്ന് ക്ലീമിസ് പിതാവ് പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്ത്യയുടെ മതേതരത്വത്തിന് അനുഗ്രഹമായി മാറുന്നവരാണ് നമ്മുടെ സന്യാസിനികൾ. കാരണം അവരുടെ ശുശ്രൂഷകൾക്ക് ഒരിക്കലും മതം നോക്കുന്നില്ല. ഏത് സമുദായത്തിൽപ്പെട്ടവരാണെന്ന് നോക്കാതെ എല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്ന് വിദ്യയുടെ തലങ്ങളിലേക്ക് അവർ ഉയർത്താൻ, അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ, അവരുടെ ആവശ്യമുള്ള ശുശ്രൂഷകൾ അവരെ സഹായിക്കാൻ, യുദ്ധമന്ദിരങ്ങൾ നടത്താൻ, പാലിയേറ്റീവ് കെയറുകൾ നടത്താൻ, ജീവിതത്തിൽ അടിച്ചമർത്തപ്പെട്ട വ്യക്തികളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കടത്തി ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇവരെയാണ് മനുഷ്യക്കടത്ത് നടത്തി എന്ന പേരിൽ ഇന്ന് തടവിലാക്കുന്നത്. ഇത് രണ്ടാമത് പറയും, മതപരിവർത്തനം നടത്തി. ഭാരതത്തിലെ 2011 സെൻസസ് അനുസരിച്ച് ഭാരതത്തിലെ ജനസംഖ്യയിൽ 4% ക്രൈസ്തവരുണ്ടായിരുന്നത്. അത് 2021 ഉയർന്നു വരുമ്പോൾ ഈ ശതമാനം എന്ന് പറയുന്നത് 2.3 താഴ്ന്നിട്ടുള്ളൂ. ഇങ്ങനെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ സന്യാസികൾ പ്രവർത്തിക്കുന്നതെങ്കിൽ 751 ആരംഭിച്ച ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ച എത്രമാത്രം അഭൂതകരമായിട്ട് മാറേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാഹചര്യത്തിൽ ഭാരതീയരായ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന നമുക്ക് അനുശാസിച്ച് നൽകുന്ന ഒരു മതേതരത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ ഒരു നന്മയുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന എന്റെ വിശ്വാസത്തെ ഏറ്റുപറയാൻ, ആ വിശ്വാസത്തെ പ്രഘോഷിക്കാൻ, ആ വിശ്വാസത്തിനനുസരിച്ചൊരു ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള അവകാശമുള്ള ഒരു പൗരനാണ് ഞാൻ. ഈ ഭാരത മണ്ണിൽ ജനിച്ചു വളർന്നൊരു പൗരൻ. ഈ ഭാരതത്തിന്റെ എല്ലാ ചൈതന്യവും ഇഷ്ടപ്പെടുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു പൗരൻ. ആ നിലയ്ക്ക് എന്റെ അവകാശങ്ങൾ, ഒരു ഭാരതത്തിന്റെ പൗരൻ നിലയിൽ എന്റെ അവകാശങ്ങൾ ജീവിക്കാൻ, ഈ മണ്ണിലുള്ള എന്റെ അവകാശത്തെ ധ്വംസിക്കാൻ ആർക്കും ഇടയില്ല എന്ന് മുഴക്കി പ്രഖ്യാപിക്കുന്ന ഒരു പ്രതിഷേധത്തിന്റെ സ്വരമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഭരണകൂടം നമ്മെ സംരക്ഷിക്കേണ്ട, ഈ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഭരണകൂടം ഏതാനും തീവ്രവാദികളുടെ സ്വരത്തിനനുസരിച്ച് തുള്ളുന്നവരായി മാറിയാൽ എങ്ങനെയാണ് ഭാരതത്തിന് ഇപ്രകാരം ഒരു നന്മയുടെ രാഷ്ട്രമായി മാറാൻ കഴിയുക? ക്രൈസ്തവരായ നമ്മൾ ഈ ഭാരതത്തിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ ആ ഒരു അവകാശത്തെ നമുക്ക് ലഭിക്കണമെന്ന് ഉറക്കെ പ്രഘോഷിക്കുന്ന ഒരു പ്രതിഷേധമാണ് നമ്മുടെ മനസ്സിലുള്ളത്. രണ്ടാമതായി, ഞാൻ ആദ്യം സൂചിപ്പിച്ച ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ അനുഗ്രഹമായി മാറുന്ന ഈ സന്യാസിനികൾ, പ്രത്യേകിച്ച് ഈ 2 സന്യാസിനികൾ തടവറയിൽ അവരനുഭവിക്കുന്ന വേദനകളിൽ നമ്മൾ അവരോടൊപ്പം ചേരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മോചനം എത്രയും പെട്ടെന്ന് ലഭ്യമാകാൻ വേണ്ടപ്പെട്ടവർ ഇടപെടണമെന്ന് കൂടി നമ്മളെല്ലാവരും ഒരുമിച്ച് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന ഈ പ്രതിഷേധത്തിന്റെ സ്വരം പ്രാർത്ഥനയായിട്ട് ഉയരട്ടെ, നന്മയായിട്ട് ഉയരട്ടെ. നമ്മുടെ സ്വരങ്ങൾ നമ്മുടെ ഭരണകൂടത്തിന്റെ മുന്നിൽ എത്തിച്ചേരത്തക്ക വിധത്തിൽ നമ്മുടെ രാഷ്ട്രം ഉയർന്നു ചിന്തിക്കുന്ന, മനുഷ്യന്റെ നന്മയെ ആഗ്രഹിക്കുന്ന ഒന്നായി മാറട്ടെ എന്ന്
പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നിലകൊള്ളാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. 4 കോൺഗ്രിഗേഷൻ്റെ മദർമാര്, സിസ്റ്റേഴ്സ്, മറ്റ് സ്നേഹം നിറഞ്ഞ ഇടവാംഗങ്ങളെ, നമ്മുടെ 2 സഹോദരിമാരുടെ കാര്യത്തെപ്പറ്റി അച്ഛനും നിർമ്മൽ സിസ്റ്ററും പറഞ്ഞു. കാര്യമായിട്ട് അതിനെപ്പറ്റി ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. എന്നിരുന്നാലും ഈ ലോക ജീവിതത്തിൽ ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സമർപ്പിതരെ സംബന്ധിച്ചിടത്തോളം പല ബുദ്ധിമുട്ടുകളും ആക്രമണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഇന്നിപ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ധാരാളമായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമ്മുടെ ഈ പരിപാടികൾ ഇന്ന് രാവിലെ തുടങ്ങി ഒന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും പേര് ഇവിടെ വന്നതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. കാരണം പെട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇടവക ഒന്ന് ഇളകി മറിഞ്ഞു. കാരണം നമ്മുടെ സഹോദരിമാർ ജയിലിൽ കിടക്കുന്നത് മെത്തയിലല്ല, തറയിലാണ് എന്നാണ് ഇന്ന് 1 മണിക്കുള്ള വാർത്തകൾ നമ്മൾ അറിയുന്നത്. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നമുക്ക് അത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ ഇങ്ങനത്തെ ഒരു